ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തുടരും സിനിമ കണ്ടു. മോഹൻലാലിൻ്റെ അന്യായ പടം എന്ന് വെച്ചാൽ അന്യായ പടമാണ് തുടരും. അതായത് എമ്പുരാൻ ഒന്നുമല്ല, അതുക്ക് മേലെ ഈ മോഹൻലാലിൻ്റെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പടങ്ങളെല്ലാം വളരെ മോശം പടങ്ങളായിരുന്നു. ആ ഒരു പടങ്ങളുടെ എല്ലാം ഒരു മോശം അഭിപ്രായത്തെ മറികടന്നൊരു പടമാണ് തുടരും. ഭയങ്കര അസാധ്യ സിനിമ എന്ന് വെച്ചാൽ അസാധ്യ സിനിമ. ശോഭനയൊക്കെ ഒരു പഴയ ആ മോഹൻലാലിനാണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കുന്നത്. ആ ലെവൽ പടം. പടത്തിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, ആ ലെവൽ സാധനം. ആ തരുൺമൂർത്തിയുടെയൊക്കെ ഡയറക്ഷൻ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന പടം. അതായത് സാധാരണ മറ്റേ പടം എമ്പുരാനൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ് ആയിരുന്നു ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് പടം ഒരു വായിക്ക് കൊള്ളത്തില്ലായിരുന്നു. ഈ പടത്തിനാണ് ഒരു ഹൈപ്പും ഇല്ല. കേരളത്തിൽ പോലും ഹൈപ്പില്ലാതെ വന്നൊരു പടം. ആ പടം ഭയങ്കര എന്ന് വെച്ചാൽ തിയേറ്ററൊക്കെ ഹൗസ്ഫുള്ളാണ്. പടം ഒന്ന് കണ്ടു, ഇനി ഒന്നും കൂടെ കാണണമെന്നുണ്ട്. ആ ലെവൽ സാധനമാണ്. വില്ലനൊക്കെയാണ് അസാധ്യ പെർഫോമൻസ് എന്ന് വെച്ചാൽ അസാധ്യ പെർഫോമൻസ്. ഈ ഒരു രക്ഷയില്ല, അപാരം തന്നെ. പുള്ളിയൊക്കെ നേരത്തെ സിനിമയിൽ വരേണ്ടതാണ്. ഇത്രയും വർഷം എങ്ങനെ ഡിലേ ആയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ലെവൽ അഭിനയമാണ്, ആ ലെവൽ അഭിനയം. പടം നമ്മളെ ഇരുത്തിക്കളയുകയാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് പടത്തിൻ്റെ ലെവൽ തന്നെ മാറുകയാണ്. ആ ലെവൽ പെർഫോമൻസാണ് ലാലേട്ടൻ ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ലാലേട്ടൻ ഹേറ്റേഴ്സിന് വരെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് പുള്ളി ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ലാലേട്ടനാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ചുമ്മാ കോട്ടും സൂട്ടും ഇട്ട് ജാട കാണിച്ച് നടക്കുന്നൊരു ലാലേട്ടനല്ല നമുക്ക് ആവശ്യം. നമുക്കിതുപോലെ മുണ്ടും മടക്കി കുത്തി കോമൺ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായ ലാലേട്ടനാണ് നമുക്ക് ആവശ്യം. കണ്ടോ, അങ്ങനെ ആ രീതി ചെയ്തപ്പോൾ തന്നെ പടത്തിൻ്റെ ലെവൽ മാറിയതുണ്ടോ? അല്ല പുള്ളി ചുമ്മാ വേറെ രീതി പുതിയ മോഡലൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് പടത്തിന് വൻ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്. ഇതേ മോഡൽ നോർമൽ രീതിയിലുള്ള പടങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പുള്ളി വേറെ ലെവലാവും. പാൻ ഇന്ത്യൻ അല്ല, പാൻ ഇൻ്റർനാഷണൽ സ്റ്റാറായി മാറും ലാലേട്ടൻ. ആ ലെവല് കഴിവുള്ള മനുഷ്യനാണ് പുള്ളി. ഒന്നും പറയാനില്ല ഈ പടത്തിനെക്കുറിച്ച്. ആ ലെവൽ സാധനം. അതല്ലേ കോക്കൊക്കെ കണ്ടില്ലേ? കോക്കൊക്കെ ശരിക്കും സാധാരണ വീട്ടിൽ പോയിട്ട് റിവ്യൂ ഇടുന്ന കോക്ക് വരെ ഈ പ്രാവശ്യം വണ്ടിയിലിരുന്നിട്ട് റിവ്യൂ ഇട്ടു. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ പടത്തിൻ്റെ റേഞ്ച്. ഈ പടം നിങ്ങൾ ഉറപ്പായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.